ശബരിമലയിൽ സുപ്രീം കോടതി വിധി പ്രകാരം സർക്കാർ യുവതീ പ്രവേശനം നടപ്പാക്കിയപ്പോൾ ആചാര ലംഘനം എന്നാരോപിച്ച് ഹർത്താൽ നടത്തുന്നത് കോടതി വിധിയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിധി അട്ടിമറിക്കാനും ശബരിമല സംഘർഷഭരിതമാക്കാനും RSS ശ്രമം. ഇവർ എന്തെല്ലാം ആക്രമ പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പോലീസ് ഇടപെടൽ സംഘർഷം ഒഴിവാക്കാനാണ്. യുവതികൾ കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം നടത്തിയപ്പോൾ മറ്റു ഭക്തരുടെ പ്രതിഷേധം ഉണ്ടായില്ല. മാത്രമല്ല, അവർ തങ്ങൾക്ക് ദർശനം നടത്തുന്നതിന് സഹായിച്ചെന്നും അവർ വ്യക്തമാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുവതികൾ ദർശനം നടത്തിയ വിവരം ശബരിമലയ്ക്ക് പുറത്തറിഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും നാട്ടിലെങ്ങും സംഘർഷമുണ്ടായില്ല. അതിനർത്ഥം സ്വാഭാവിക പ്രതിഷേധം നടന്നില്ലെന്നാണ്. അയ്യപ്പ ഭക്തർക്കാർക്കും എതിർപ്പില്ലായിരുന്നു. എന്നാൽ സംഘർഷം നടത്താൻ ആഗ്രഹിക്കുന്നവർ അടങ്ങിയിരുന്നില്ല. ശബരിമലയുടെ മറവിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർ സംഘർഷമുണ്ടാക്കാൻ താഴെ തട്ടിലേക്ക് നിർദ്ദേശം നൽകി. അതോടെ RSS തെരുവിൽ അക്രമം സംഘടിപ്പിക്കാൻ തയ്യാറായി. സ്വാഭാവിക പ്രതിഷേധം എവിടെയും ഉയർന്നില്ല. അതിനാൽ RSS നിലപാടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തരത്തിലുമുള്ള അക്രമവും വെച്ചു പൊറപ്പിക്കാനാവില്ല. സാധാരണ സമര രൂപങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഹർത്താൽ. ഇത് തോന്നുംപടിയാണ് BJPയും RSSും ഹർത്താൽ നടത്തുന്നത്. അതിന് കള്ളക്കഥകൾ ചമയ്ക്കുന്നു. ആത്മഹത്യയും അപകടമരണവും വരെ ഹർത്താലിന് കാരണമാക്കുന്നെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി വിധിക്കെതിരെ BJP നടത്തുന്ന 5ാമത്തെ സംസ്ഥാന ഹർത്താലാണ് ഇന്നത്തേത്. 3 മാസത്തിനിടെ 7 ഹർത്താലാണ് നടത്തിയത്. സുപ്രീം കോടതി വിധിക്കെതിരെ ദേവസ്വം ബോർഡ് പുനർപരിശോധനാ ഹർജി നൽകിയിട്ടില്ലെന്ന് പറഞ്ഞാണ് ഒക്ടോബർ 1-ന് ഹർത്താൽ നടത്തിയത്. ശബരിമലയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ ഹർത്താൽ നടത്തി. ശബരിമല ദർശനത്തിന് പോയ പന്തളം സ്വദേശി ശിവദാസൻ നവംബർ 2-ന് വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ പത്തനംതിട്ടയിൽ ഹർത്താൽ നടത്തി. നവംബർ 17 വൃശ്ചികം 1 അന്ന് മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. അന്ന് BJP ഹർത്താൽ നടത്തി. ഡിസംബർ 11-ന് തിരുവനന്തപുരത്ത് ഹർത്താൽ നടത്തി. ഡിസംബർ 17-ന് BJP സമരപ്പന്തലിന് അരികിൽ മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തതിനും ഹർത്താൽ നടത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.